ഒരു ബിസിനസ്സിൽ നിന്ന് ക്യാഷ് തെഫ്റ്റ് പോയി. ഒരു 5000 റുപ്യ ക്യാഷ് തെഫ്റ്റ് പോയി. ക്യാഷ് തെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം? കാണിക്കണം. ഇപ്പൊ എന്റെ ചോദ്യം, ഈ ക്യാഷ് തെഫ്റ്റ് പോയ 5000 ഏത് ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ കാണിക്കും? ഉദാഹരണത്തിന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കോ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കോ, അതോ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ കാണിക്കോ? നിങ്ങളുടെ അഭിപ്രായത്തില് ഓപ്പറേറ്റിംഗ്. റീസൺ എന്താണ്? നിങ്ങൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കാണിക്കുന്നതാണ് പറയുന്നത്. ക്യാഷ് തെഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റിംഗ് ആണോ? അതേപോലെ നമുക്കിപ്പോ ഒരു ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു. നമ്മളെ ബിൽഡിംഗ് എന്തെങ്കിലും കത്തി അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ഡാമേജ് ആയി ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു. ഒരു 1,00,000 റുപ്യ കിട്ടി. ഇത് ഏത് ആക്ടിവിറ്റീസിൽ കാണിക്കണം? ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു. ഇത് നിങ്ങൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. നിങ്ങൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണെന്നാണ് കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത്. ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു, ഏത് ആക്ടിവിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും? മക്കളൂസ്, ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു, ഫിനാൻസിങ് ആണെന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആണ്, അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 3 അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാഷ് തെഫ്റ്റ്, ഇൻഷുറൻസ് ക്ലെയിം, ഇതൊക്കെ എന്താണ്? എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ റെസിഡ്വൽ ഐറ്റം ആണ്. റെസിഡ്വൽ ഐറ്റം എന്ന് വെച്ചാല് ഇത് 3-ൽ ഉൾപ്പെടുത്താൻ പറ്റൂല. ശരിക്കും ഇതെന്താണ്? 3-ലും ഉൾപ്പെടുത്താൻ പറ്റൂല. ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ? അപ്പൊ ഒരു ബിൽഡിംഗ് കത്തിച്ചിട്ട് ഇൻഷുറൻസ് ക്ലെയിം മേടിക്കുക ഓപ്പറേറ്റിംഗ് ആണോ? പൈസ കട്ടുണ്ടാവുക, അതൊന്നും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആണോ? അല്ല. അതേപോലെ തന്നെ ഇതൊന്നും ഫിനാൻസിങ്ങും അല്ല, ഇതൊന്നും ഇൻവെസ്റ്റിംഗും അല്ല. 3 ആക്ടിവിറ്റീസിലും പെടുന്നില്ല ഇതൊന്നും. ഇതൊക്കെ റെസിഡ്വൽ ആയിട്ടുള്ള കുറച്ച് ക്യാഷ് ട്രാൻസാക്ഷൻസുകളാണ്. ഓക്കെ, ഇതിന് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് വിളിക്കാം അല്ലെ? എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, റെസിഡ്വൽ ഐറ്റംസ്. സോ അങ്ങനെ റെസിഡ്വൽ ഐറ്റംസുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ക്യാഷ് തെഫ്റ്റും അതേപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ നിങ്ങൾ എന്തായാലും ട്രീറ്റ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിമ്പിൾ.